ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നൗറിൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ 3 വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ചിക്കു പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ചിക്കു, നല്ല പഴുത്ത ചിക്കു വാങ്ങിച്ചിട്ടുണ്ട്. തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കൂടെ പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൈന ഗ്രാസിൻ്റെ 10 ഗ്രാമിൻ്റെ 3 പാക്കറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സോസ് പാനിലിട്ടിട്ട് 3 രൂപത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കണം. അത് മെൽറ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം. അതിനു വേണ്ടി 500 ml 4 പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് 250 ml ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി പഞ്ചസാരയും ചേർത്ത് മധുരം പാകമാക്കി എടുക്കണം. മധുരം നല്ലോണം മുന്നിട്ട് നിൽക്കണം, നല്ല പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പാൽ തിളച്ച് വരുമ്പം ആദ്യം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചിക്കു ഉണ്ടല്ലോ, ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ചൈന ഗ്രാസും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫാക്കി കൊടുക്കുക. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് ഒഴിച്ച് കൊടുക്കും. ഏകദേശം ആ പുഡിങ്ങിൻ്റെ ആ കട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേറൊരു ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. ഈ ഒരു പുഡിങ് ഫുള്ളായിട്ട് സെറ്റാവുന്നതിന് മുന്നേ തന്നെ കുറച്ച് കട്ടിയായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചിക്കു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് പുഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 kg ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് 3 ചൈന ഗ്രാസ് ഒപ്പത്തിന് വെള്ളം വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കു പുഡിങ് ഉണ്ടാക്കിയ അതേ ഒരു അളവിൽ തന്നെയാണ് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിലേക്കുമുള്ള ഇൻഗ്രീഡിയൻസ് ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്യാരറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഈ പുഡിങ്ങിലേക്കുള്ള പാൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ചിക്കുക്ക് എടുത്ത പോലെ തന്നെ 500 ml 4 പാക്കറ്റ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പിന്നെ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസും ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ട്രേയിൽ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ട്രേയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ച് പാരണം കേട്ടോ. കാരണം ഇതിലൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. നമ്മൾ ചൈന ഗ്രാസിൻ്റെയൊക്കെ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു പുഡിങ് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ക്യാരറ്റ് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മിൽമൻ്റെ നെയ്യായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കുറച്ച് നട്ട്സും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഇതുപോലെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഫുള്ളായി സെറ്റായി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് സെറ്റാകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ അത് ഈ പുഡിങ്ങിലേക്ക് അത് ചേരുള്ളൂ. എല്ലാം ഞാൻ മുകളിൽ ഇങ്ങനെ
ചേരാതെ ഇങ്ങനെ കിടക്കും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്യാരറ്റിൻ്റെ മിക്സർ ഉണ്ടല്ലോ, ഇതുപോലത്തെ 2 ട്രേയിലേക്ക് സെറ്റാക്കി എടുക്കാനുള്ള മിക്സർ ഉണ്ടാകും. ഇനി ഇത് ചൂടാറി നല്ല സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങാണ് കേട്ടോ അത്. നമ്മൾ ഈ ക്യാരറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തത് തന്നെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടികളിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഈ ക്യാരറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇതിലേക്ക് നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇളനീർ പുഡിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 കരിക്കിൻ്റെ ഇളനീർ എടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് മാറ്റി വെക്കാം. ഈ ഒരു പുഡിങ്ങിലേക്ക് ഈ കരിക്കിൻ്റെ കാമ്പും ആവശ്യമുണ്ട്. കരിക്ക് ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. അതിൻ്റെ കാമ്പ് നല്ല കട്ടിയാവാനും പാടില്ല, തന്നെ തീരെ ഇല്ലാതാവാനും പാടില്ല. നമുക്കിതിലേക്കുള്ള ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാം. 210 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുക്കുന്നത്. ഈ ഒരു പുഡിങ്ങിലേക്ക് പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. പാൽ ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചെടുക്കണം. ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ആ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബാക്കി വന്നിട്ടുള്ള ഇളനീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് തന്നെ നമുക്ക് ഇളനീർ കാമ്പിൻ്റെ ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാമ്പ് അടർത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല ക്രീമാക്കി അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് പാലും മിൽക്ക് മെയ്ഡും ചേർത്താണ് അരച്ചെടുക്കുന്നത്. പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പകുതി ആയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 പാക്കറ്റ് 500 ml പാൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു ക്രീമിൻ്റെ പരിവം നല്ലോണം കട്ടിയായിട്ടുമല്ല, എന്നാൽ തന്നെ നല്ലോണം ലൂസും ആക്കിയിട്ടല്ല കേട്ടോ ക്രീമാക്കി എടുക്കുന്നത്. ചെറിയൊരു കട്ടിയിൽ ആക്കിയെടുക്കണം. നമ്മൾ ഈ കാമ്പ് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാം. അപ്പോൾ തന്നെ ആ ക്രീം നല്ല കട്ടി ഉണ്ടാകും. പിന്നെ അത് ലൂസാക്കി എടുക്കാൻ ബാക്കി വരുന്ന പാൽ ഒഴിച്ചിട്ടാണ് ലൂസാക്കി എടുക്കുക. അങ്ങനെ ക്രീം റെഡിയാക്കിയെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഈ ഇളനീറിൻ്റെ ക്രിസ്റ്റൽ പുഡിംഗ് ഉണ്ടല്ലോ അത് ചേർത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ള ഇളനീർ പുഡിങ് ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ക്യൂബുകൾ ആ ക്രീമിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. ഇതൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കാം.